Hello everybody, welcome back to Spanish with Lali. Let's get started with today's lesson. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ബേസിക്സ് ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എങ്ങനെ സ്പാനിഷ് പറയാം? ബുൻ ദിയ, ബുനോസ് ദിയാസ്. ഇത് രണ്ടും ഗുഡ് മോർണിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കാം. BUEN. യു മലയാളത്തിലെ ഊ എന്നുള്ള ആ ഉച്ചാരണമാണ് ഈ എ ആണ്. അപ്പോൾ ബു എൻ ദിയ, ബുൻ ദിയ അങ്ങനെ വേണം ഉച്ചരിക്കാനായിട്ട്. ബുൻ ദിയ എന്നല്ല, ബുൻ ദിയ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ബുൻ അല്ലെങ്കിൽ ബുനോസ് വന്ന് നോക്കാം. ദിയ, ഡേ. ദിയ എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ ഇതൊരു മസ്കുലൈൻ വേർഡാണ്. ഒരു മസ്കുലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. സാധാരണഗതിയിൽ ആ അല്ലെങ്കിൽ എ എൻഡിൽ വരുന്ന ഏത് വേർഡോ ഏത് സബ്ജക്റ്റ് എന്തെങ്കിലും ആവട്ടെ അത് അവർ ഫെമിനിയൻ ആയിട്ടാണ് ജനറലി കൺസിഡർ ചെയ്യണം. ചില റൂൾ ബ്രേക്കേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ദിയ. ദിയ എൻഡിൽ വരുന്ന ആ അല്ലെങ്കിൽ എ ആണ്, പക്ഷെ ഇത് മസ്കുലൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബോയിൻ അല്ലെങ്കിൽ ബോയ്നോസ് യൂസ് ചെയ്തത്. ബോയ്നോസ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ബോയ്നാസ് എന്ന് പറഞ്ഞേനെ. ഇത് മസ്കുലൻ ആയതുകൊണ്ട് നമ്മൾ ബോയ്നോസ് ദിയാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ബുനാസ് താർദേസ്. ഇവിടെ മാറിയത് കണ്ടോ? ഇവിടെ ബുനോസ് എന്നുള്ളത് നാസായി. ഈ വ്യത്യാസം നമ്മൾക്ക് പലർക്കും അറിയത്തില്ല. കാരണം താർദേസ് ഫെമിനിയൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ആഫ്റ്റർനൂൺ ഒരു മസ്കുലിൻ അല്ല, ഫെമിനിയൻ. അതുകൊണ്ടാണ് ഇവരെ ഈ ബോയ്നാസിനെ അവർ ഫെമിനിയൻ ആക്കി ബോയ്നാസ് എന്നാക്കിയത് ഇൻസ്റ്റെഡ് ഓഫ് ബോയ്നോസ്. അതുപോലെ ബോയ്നാസ് നോച്ചേസ്. നോച്ചേസ് ഒരു ഫെമിനിയൻ ആണ്. അതുകൊണ്ടാണ് അവരിവിടെ നാസ് യൂസ് ചെയ്തത്. ബുയനാസ് താർദേസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ബുയനാസ് നോച്ചേസ്, ഗുഡ് നൈറ്റ്. അപ്പോൾ അതിന് വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഹസ്ത ലുവേഗോ. ഹസ്ത ലുവേഗോ. ഹസ്ത always started hasta. Do not pronounce H. H always silent, just like see hola. H ഇവിടെ സൈലന്റ് ആണ്. നമ്മൾ ഓ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ hasta luego. See യു എന്ന് പറഞ്ഞാൽ ഊ ആണ്. മലയാളത്തിലെ ഇ എന്ന് പറഞ്ഞാൽ എ. ഇപ്പൊ luego. hasta luego. See you later. ഇവിടെ നമുക്ക് സി എന്നൊരു വാക്കില്ല, യു കാണുന്നില്ല. ലുവേഗോ ലേറ്റർ ദെൻ എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആയിട്ട് വരും. ഹസ്ത എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ് മീനിങ് അൻറ്റിൽ അങ്ങനെയാണ്. ബട്ട് അത് ടുഗദർ ഹസ്ത ലുവേഗോ എന്ന് പറഞ്ഞാൽ കാഷ്വലായിട്ട് അവർ സീ ലേറ്റർ എന്നാണ് എൻ്റെ മീനിങ്. ഇനി ഇച്ചിരൂടെ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് ശരിക്കും ആ സീ യു ലേറ്റർ എന്ന് പറയണമെങ്കിൽ അതിന് വേറൊരു വേർഷൻ ഉണ്ട്. സി te veo luego is equal to hasta luego. ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് സി യു ലേറ്റർ എന്നുള്ള വരുന്നത്. കാരണം ബേയോ എന്ന് പറഞ്ഞാൽ ഇത് VEO എന്നാണ് എഴുതിയിരിക്കണമെങ്കിലും ആ വി സ്പാനിഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ബോയുടെ ബി ഇല്ലേ, ആ ബി ആയിട്ടാണ്. ബേയോ എന്നേ പറയുള്ളൂ, വേയോ എന്ന് പറയില്ല. അപ്പൊ ബേയോ ബേയോ എന്ന് പറയുന്നത് ഒരു കോൺജുഗേറ്റഡ് വെർബാണ്. ഇതിന്റെ ഇറ്റ് സെൽഫ് മീനിങ് ഐ, സബ്ജക്ട് പ്രൊനൗൺ ഞാൻ, ഐ സി. സി കണ്ടു, SEEC. അതായത് ബെർ എന്ന ഒരു ബേസിക് വെർബ്, ഇയാൾ എൻ്റെ ഒരു ബേസിക് വെർബ് ഐയോട് ഹുക്ക് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ബേയോ. ദാറ്റ് മീൻസ് ഐ സി എന്നാണ്. തേ ആരെയാണ് ഞാൻ കണ്ടത്? തേ യു. തു യു എന്നുള്ളതിൻ്റെ ഓക്സിലറി വെർബ് അല്ല ഒബ്ജക്റ്റീവ് വെർബായിട്ട് മാറുന്നതാണ് പ്രോനൗൺ. സോറി, വെർബല്ല, പ്രോനൗൺ. ഈ തൂടെ
പ്രോനൗണായിട്ട് മാറുമ്പോൾ തേ ആയിട്ട് വരും യു. അപ്പോൾ ഐ സീ യു ലേറ്റർ luego. ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് te veo luego. സെയിം തിങ് hasta luego. അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത് hasta mañana. hasta mañana. see you tomorrow. mañana എന്ന് പറഞ്ഞാൽ ടുമോറോ. ഇവിടെ ഒരു ന്യാ കാണുന്നുണ്ട്. അതായത് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു അതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ന്യാ എന്ന് പറയും. മന്യാന. അത് ഒരു ലെറ്ററാണ്, ഒരു ആൽഫബറ്റാണ് സ്പാനിഷിൽ. ഇന്ത്യ നമ്മളെ മലയാളം ആ ഈ പറഞ്ഞ ഒരു ലെറ്ററാണ് ഇന്ത്യ. അപ്പം hasta mañana സെയിം തിങ് സീ യു ടുമോറോ. അവിടെ സീ യു ഒന്നും കാണുന്നില്ല. ബട്ട് hasta mañana itself see you tomorrow. ഇനി അതിനെ കുറച്ചുകൂടെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ te veo mañana. I see you tomorrow. veo I see. ഞാനുമായിട്ട് കൊഞ്ചുഗേറ്റ് ചെയ്ത് ആ വെർബ് കൊഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ചേഞ്ച് ആണ് ബേയോ. തേ യു ഒരു പുറകിലേക്കാണ് വരുന്നത്. തേ ഐ സി യു എന്നിട്ട് അത് ആന്തി ഇടും. ഐ സി യു എന്നുള്ള തേ ആന്തി ഇടും. തേ ബേയോ മഞ്ഞാന സി യു ടുമോറോ. ഇനി hasta pronto അങ്ങനെ പറഞ്ഞാൽ സി യു സൂൺ. pronto സൂൺ. അത് നമ്മൾക്ക് വേറെ രീതി പറയാം. തേ ബേയോ പ്രോന്തോ സെയിം തിങ്. എല്ലാം ബേയോ ഐ സി യു. സെയിം തേ ഐ സി യു യു. ഇവിടെ മാത്രം മഞ്ഞാന പ്രോന്തോ ലുവേഗോ ചേഞ്ച് ആയി. ടുമോറോ സൂൺ അങ്ങനെ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി അഡിയോസ് എപ്പോഴും കേൾക്കണം. അഡിയോസ്. അഡിയോസ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് ചേർക്കാം. അഡിയോസ് hasta mañana. Adiós, hasta luego, adiós, hasta pronto, goodbye, see you later, goodbye, like that. So, adiós എന്ന് പറയുന്നത് ഒറ്റ വേർഡാണ്. ഇത് എ എന്നാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പാനിഷ് എപ്പോഴും നമ്മൾ ആ എന്നാണ്. അപ്പം അതുപോലെ തന്നെയാണ് എൻ്റെ ആ ഉച്ചാരണം പോകുന്നത്. ഒറ്റുമാറ്റവും ഇല്ല. അപ്പം ദിയോസ് ഈ ഓയുടെ പോലെ ഞാനൊരു അതിന് ടിൽഡ എന്ന് പറയും, അല്ലെങ്കിൽ ആക്സെന്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അദിയോസ് അങ്ങനെ പറയാം. ദിയോസ് ഗുഡ് ബൈ. ഇനി ഈ ദിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു ദിയോസ് ഉണ്ട് സിമിലർ ആയിട്ടുള്ള. ഈ ദിയോസ് ഒരു ഓയില് മുകളിൽ ഒരു ആക്സെന്റ് മാർക്ക് കൊടുത്തത്. ഇവിടെ ഒരു ദിയോസ് എഴുതിയാക്കണ്ട, ഒന്നുമില്ല, മുകളിൽ ഒരു ആക്സെന്റ് മാർക്ക് ഇല്ല, ഒന്നുമില്ല. DIOS ഗാഡ്. ദിയോസ്. ഓ മൈ ഗാഡ്. സ്പാനിഷുകാര് അതെങ്ങനെ പറയണം നോക്കാം. നമ്മൾ പറയും ഓ മൈ ഗാഡ്. ഇവിടെ തിരിച്ചാ പറയണത്. അവര് ഗാഡ് ആദ്യം പറയും. ഓ ദിയോസ് മിയോ എന്ന് പറഞ്ഞാൽ ഓ മൈ ഗാഡ്. പിന്നെ നമ്മൾ പറയും താങ്ക്സ് ടു ഗാഡ്. എങ്ങനെ പറയും? താങ്ക്സ് എല്ലാവർക്കും അറിയാം. ഗ്രാസിയാസ്. ഗ്രാസിയാസ് ആ ദിയോസ്. താങ്ക്സ് ടു ഗാഡ്. ആ മീൻസ് ടു. See, just add meaning ആണ്. Just one letter. അതിന്റെ അർത്ഥം ടു. ഗ്രാസിയാസ്. അദിയോസ്. ഇനി അപ്പോൾ അദിയോസ് പറയാൻ സമയമായി. I'm going to wind up my class. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അദിയോസ്, hasta luego, hasta pronto, bye.